ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കൊൽക്കത്തയിലെ സയൻസ് മ്യൂസിയമാണ്. കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ കാണാൻ പറ്റിയ ഒരു മ്യൂസിയമാണ്. നമുക്ക് കണ്ടുവരാം. പാർക്കൊക്കെ കണ്ടപ്പോഴത്തേക്ക് വളരെ ഇഷ്ടമായി. അപ്പോൾ അവർ പാർക്കിലോട്ട് ഓടുക. പക്ഷേ നമുക്കധികം സമയമില്ലാത്ത കാരണം പാർക്കിലോട്ട് പോയില്ല. കാണാനുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് പാർക്കിൽ കളിക്കാമെന്നൊക്കെ പറഞ്ഞ് അവരെയും കൂട്ടി നമ്മൾ അകത്തോട്ട് കയറുക. അവിടെ നമ്മൾ സോളാർ സിസ്റ്റത്തെക്കുറിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ കാണണമല്ലോ. അപ്പോൾ അങ്ങനെ അത് കാണാൻ വേണ്ടി നമ്മൾ പോവാം. ഇവിടെ സോളാർ സിസ്റ്റത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് അവിടെ നിന്നിട്ട് നമ്മൾ ഓരോ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അവിടെ വലിയൊരു ടാബ് പോലെ ഒരു കാര്യം വെച്ചിട്ടുണ്ട്. ടാബല്ല, അവിടെ ഒരു കമ്പ്യൂട്ടർ പോലെ അതെല്ലാം വെച്ച് കാണാം. നമുക്ക് വലുതാക്കി നമുക്കത് കണ്ട് മനസ്സിലാക്കാം സ്വന്തമായിട്ട് തന്നെ. ഡോക്ടർ വിക്രം അംബാനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചേക്കുന്നത്. പിന്നെ അങ്ങോട്ട് പോയി മക്കളങ്ങനെ നിർത്തത്തൊന്നുമില്ല, അങ്ങനെ ഓരോന്നും കണ്ട് മുമ്പോട്ട് പോവുക. നമ്മളാണ് വായിപ്പിക്കാനോ എടുക്കാനോ അല്ല, അവർക്ക് കളിക്കാൻ പറ്റിയത് എന്തെങ്കിലും ഉണ്ടോ നോക്കി അവർ പോവാം. എന്തോ താഴെ മിഠായികൾ എന്തൊക്കെയോ കഴിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ താഴോട്ട് വീഴുന്ന മാതിരി ഫീൽ ചെയ്യുന്നത്. ഒരു മോഡലാണ്. ഇങ്ങനെയാണ് ഒറിജിനലായിട്ട് ഇരിക്കുന്ന ഒരു സാധനം സയൻസ് സിറ്റിക്ക്. അത് തുടങ്ങിയെന്ന് പറഞ്ഞാൽ 1997 സ്റ്റാർട്ടായത് സയൻസ് സിറ്റി എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഓരോരോ ഭാഗങ്ങളും ഓരോരോ വർഷങ്ങളിലായിട്ട് തുടങ്ങിയതാണ്. നന്നായിട്ടാണ് അതിൻ്റെ ആ പിക്ചേഴ്സാണ് അവിടെ ഉദ്ഘാടനം ചെയ്ത് ആരാണെന്നും അങ്ങനെയൊക്കെ ഓരോ പിക്ചേഴ്സ് വെച്ച് മാതിരി നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ അത് വെള്ളമൊന്നുമില്ല അതിനകത്ത്. ഇത് അവിടുത്തെ ഒരു മോഡലാണ്. ഷിപ്പിൻ്റെ മോഡല്. അത് സത്യം പറഞ്ഞാൽ ഇത് അങ്ങനെ വിവരിച്ച് പറയാൻ അറിയത്തില്ല. കുറേ നേരം വായിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ട് പറയാം. പക്ഷേ അതിനുള്ള സമയവും അങ്ങനൊന്നും നമുക്ക് കിട്ടിയില്ല. കണ്ട് അങ്ങനെ പോയി. ഒപ്പം വീഡിയോ എടുത്ത് ഇതും അതുപോലെ തന്നെയുള്ളതാണ്. ഓരോ തുടങ്ങിയ വർഷങ്ങൾ. ഇത് വലിയ ബിൽഡിങ്. അപ്പോൾ ഒറ്റയടിക്കല്ല ഇതെല്ലാം തുടങ്ങിയ, ഘട്ടങ്ങളായിട്ടാണ് തുടങ്ങിയത്. സോളാർ സിസ്റ്റത്തിൻ്റെ കഴിഞ്ഞു.
ഇതെന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണെങ്കിലും ഉണ്ടല്ലോ, ഇതിനകത്തൂടെ ഇങ്ങനെ നോക്കി കഴിയുമ്പം സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നതായിട്ട് തോന്നുന്നു. അതിൻ്റെ ഗുഡൻസ് എനിക്കറിയത്തില്ല, സയൻസ് പഠിച്ചവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ ഓരോ മിററിൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിപ്പോൾ കുറേ നേരം ഇതിൻ്റെ ചുറ്റും അവർ നടന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ 2 വശത്തും ഹോളാണ്. എല്ലാത്തോട് തലയിട്ടൊക്കെ ഞാൻ നോക്കി. കുഞ്ഞു മക്കൾക്കാണ് ഭയങ്കര ഇഷ്ടം. ഇനി കാണാൻ പോകുന്ന കണ്ണാടിയുടെ പ്രത്യേകത കണ്ടോ, നമ്മളെല്ലാം കുഞ്ഞതായിട്ടിരിക്കും. വേണ്ട ആ ഫാമിലി നോക്കിക്കാണ് അവർ, പക്ഷെ നമുക്ക് അങ്ങനെ നിൽക്കാനൊന്നും അന്നേരം പറ്റില്ല. കുഞ്ഞതായിട്ടിരിക്കുന്ന ചെറിയ മനുഷ്യന്മാരെ പോലെ ഇരിക്കും. ചിലതിനകത്ത് വീർത്തിരിക്കും, ചിലതിനകത്ത് ചെറുതായിട്ടിരിക്കും, ചിലതിനകത്ത് ചുരുങ്ങിയിരിക്കും. ഓരോ മിററിനും ഓരോ പ്രത്യേകതകളാണ്. മക്കളെ അടങ്ങ് തുള്ളിച്ചാടുമായിരുന്നു ഇതൊക്കെ കണ്ടപ്പോൾ. ഇത് അടിപൊളിയാണ്. ഇത് ഏതാ എൻട്രൻസ് ഒന്നും നമുക്കറിയത്തില്ല. നമ്മളിങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ കണ്ണാടിയിൽ ഇടിക്കുവാണെന്ന് ആദ്യം തോന്നും, പിന്നെ കുറച്ച് വഴിയായിരിക്കും, പിന്നെ എവിടെയെങ്കിലും കണ്ണാടിയെ പോയി തട്ടുന്നെങ്കിൽ നമ്മൾ ടച്ച് ചെയ്ത് ഇങ്ങനെ പോകണം. കാശിക്ക് പിന്നെ ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു. പേടിയുണ്ടായിരുന്നു. അമ്മയൊക്കെ ഞാൻ ഇടിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ടാവും പോയി. ഈ കണ്ണാടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സെൻറ്ററിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ തലയെല്ലാം ഒരേപോലെ കാണാൻ പറ്റും. നമ്മൾ നിന്നാൽ കാണത്തില്ല, ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ഞാൻ ചേട്ടനെയൊക്കെ ഇരുത്തി വെച്ച് നോക്കി. അവർക്ക് ഭയങ്കര ഇഷ്ടമേ. അത് കഴിഞ്ഞ് നമ്മൾ വന്നത് ഈ കർഷണത്തെക്കുറിച്ച് പഠിക്കുന്ന അതില്ലേ, ആ കർഷണത്തിൻ്റെ കുറിച്ച്. അത്
ജസ്റ്റ് കുറച്ചിങ്ങോട്ട് മാറി ആരും ഇല്ലാത്തൊരു സ്ഥലത്തോട്ട് പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഒരു മ്യൂസിക് എന്നൊക്കെ എഴുതിയേക്കുന്നുണ്ടായിരുന്നു. അതിനകത്തോട്ട് കയറി അതെന്തുവാണെന്നറിയാൻ വേണ്ടി പരീക്ഷിക്കാൻ വേണ്ടി പോയതാ. എന്തൊക്കെയോ പിടിച്ച് ഞെക്കി പേടിച്ചു പോയി ഞാൻ. പിന്നെ ഞാൻ അവിടെ നിന്നില്ല, അവിടെ നിന്ന് ചാടി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അവരെ വിളിച്ച് അവരെ ഒന്ന് പേടിപ്പിക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നോക്കുമായിരുന്നു. അവരവിടെ തന്നെ നിൽക്കുക. ആ ബോളിൻ്റെ പ്രശ്നമുണ്ട്, അവരാരും വന്നില്ല. ഇതാണ്ട് ഇപ്പോഴാ പ്രശ്നം. ബോൾ എന്ത് ചെയ്തിട്ടും കൊടുക്കത്തില്ല. ഇച്ചിരി കരച്ചിലൊക്കെ ആയായിരുന്നു. കുട്ടികളുമായിട്ട് പോയാൽ ഇങ്ങനെയും ഒരു ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കി. ഇവിടുന്ന് ഒരു സാധനം, അത് കാന്തത്തിൻ്റെ എന്തോ പ്രവർത്തനമാണ്. ഒരു നിശ്ചിത അകലം വരെ അത് പോവും, പിന്നെ അതിങ്ങനെ ഒരു നൂലിൽ കെട്ടിയേക്കുക. ഇത് വലിയ വീഡിയോ ആയതുകൊണ്ട് ഇത് ഞാൻ നിർത്തുവാണ്. അപ്പം അടുത്ത വീഡിയോ വരുമ്പോൾ ഇത് കണ്ടതുപോലെ ആ വീഡിയോയും കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഈ സ്നേഹം എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. താങ്ക് യു. ബൈ ബൈ.